ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? ഇന്ന് വരും തുടങ്ങാം. അപ്പോൾ ഗൈസ്, ഇത് 1.5 കിലോൻ്റെ ചെമ്മീനാണ്. നമ്മൾ നേരേക്ക് വരുമ്പോൾ 1 കിലോനാവും. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ചെമ്മീൻ നേരേക്കുമ്പോൾ കുറഞ്ഞു വരുന്നു. അപ്പോൾ അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കുകയാണ്. പിന്നെ അതിന് ശേഷം 2 സ്പൂണ് മുളക് പൊടിയാണ് ഇടുന്നത്. അതിൻ്റെ ശേഷം നമ്മൾ കുരുമുളക് പൊടി 1/2 സ്പൂൺ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ മുളക് പൊടി 2-3 തവണയിട്ട് ഇടുന്നത് നോക്കണ്ട, കാരണം അത് 2 സ്പൂണേ ഉള്ളൂ. എൻ്റെ ഒരു കയ്യിൽ ഫോണാണ്, ഒരു കയ്യിൽ സ്പൂണാണ്, അതുകൊണ്ടാണ് ഇട്ടത്. ഇടാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഇട്ടതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മസാല ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും മുളക് പൊടിയും കുരുമുളക് പൊടിയും യൂസ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇപ്പം തന്നെ നമ്മളൊന്ന് കുറച്ചാൽ മതി, കാരണം കുട്ടികളൊക്കെ കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ ഒന്ന് കുറച്ച് ഇടുകയാണ്. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് 1 സ്പൂൺ വിനാഗിരിയും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി നന്നായിട്ട് പുരട്ടി മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഇതെല്ലാം കൂടി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറെങ്കിലും ഇരിക്കട്ടെ, എന്നാലേ നന്നായിട്ട് മസാലയൊക്കെ അതിൽ പിടിക്കത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ വറുത്ത് കോരുക. അധികം കറുമുറ ആവരുത് കേട്ടോ, കാരണം ചെമ്മീൻ അധികം ആയിക്കഴിഞ്ഞാൽ നമ്മൾ റബ്ബർ കടിക്കുന്ന പോലെയാണ്. അപ്പോൾ അധികം ആവരുത്. ഈ പരുവത്തിൽ ഫ്രൈ ചെയ്താൽ മതിയേ. അതിനുശേഷം നമ്മളിത് മാറ്റി വയ്ക്കുക. ഒരു ചീനച്ചട്ടിയിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് സവാളയും അതുപോലെ തന്നെ പച്ചമുളകും കൂടിയിട്ട് നമ്മൾ വഴറ്റുകയാണ് കേട്ടോ. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പേസ്റ്റ് ചെയ്തിട്ട് നമ്മളിതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്കതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ സവാള നന്നായിട്ട് വഴറ്റുകയാണ് കേട്ടോ. സവാള നന്നായിട്ട് വഴറ്റി ബ്രൗൺ കളറാവണേ, ഇതുവരെ വഴറ്റണം. അപ്പോൾ സവാള നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം കറിവേപ്പില ആവശ്യത്തിന് ഇടുക. നമ്മുടെ തക്കാളി അതിൽ കിടന്ന് വെന്തപ്പോൾ കണ്ടോ, നന്നായിട്ടൊരു കളർ വ്യത്യാസം വന്നത് കണ്ടു, റെഡ് കളർ ഇതിൽ വന്നത് കണ്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ വീണ്ടും പൊടികൾ ഇടുകയാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടു. എന്നിട്ട് ഒരു 2 ടീസ്പൂണോളം, 2 ടീസ്പൂൺ വേണ്ട, നമ്മൾ ഒരു 1.5 മതി, 1.5 ടീസ്പൂണോളം നമ്മൾ മുളക് പൊടി ഇട്ടു. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ആ മസാലയുടെ ഒരു പച്ച ഇത് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിനിടയിൽ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്, അത് പറയാൻ ഞാൻ വിട്ടുപോയി. നമ്മൾ കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് പുളിയും കൂടി നമ്മൾ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പുളി എടുത്തിട്ടുണ്ട്, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അത് ഒഴിക്കുകയാണ്. കുറച്ച് മതി കേട്ടോ, ഇതൊന്ന് സെറ്റായി കിട്ടാൻ ഒരിത്തിരി പുളി മതി, കാരണം ചെറിയൊരു പുളിയും കൂടി നമുക്ക് ഈ കറിക്ക് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് ആ സവാളയും അതുപോലെ തന്നെ തക്കാളി ഇട്ടതൊന്ന് നന്നായിട്ടൊന്ന് പിടിച്ചെടുക്കട്ടെ കേട്ടോ പുളി. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർക്കുകയാണ് കേട്ടോ. ചെമ്മീൻ ചേർത്തിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ ഇത് നന്നായിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അടച്ച് വെച്ച് നല്ല തിളച്ച് ഒന്ന് പിടിക്കട്ടെ, എല്ലാം കൂടിയിട്ടൊന്ന് പിടിക്കട്ടെ കേട്ടോ ചെമ്മീനിക്ക്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലാണ്ട് ഫ്ലെയിം കൂട്ടി കൊടുത്താൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, കാരണം നമുക്ക് അധികം വെള്ളമില്ല അതിൽ, കണ്ടോ ഇത്രയേ ഉള്ളൂ വെള്ളം. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലോണം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിതിൽ ഉപ്പ് നോക്കാൻ മറക്കരുത് കേട്ടോ. നമ്മൾ ഇതൊന്ന് വറ്റി വരുമ്പോൾ നമ്മളിതിൽ ഉപ്പും കൂടി നോക്കണേ. ഉപ്പ് ആവശ്യമെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. എനിക്കതിൻ്റെ ആവശ്യം വന്നില്ല, ഉപ്പ് പാകമായിരുന്നു. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇതേ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയുള്ള കളറിൽ, ഒരു റെഡിഷ് കളറിലായിട്ട് കണ്ടത് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ആൾക്കാർ വേണ്ടേ? അപ്പോൾ നമ്മുടെ ടേസ്റ്റുകാർ ആരൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ 3 കുരുന്നുകളാണ് കേട്ടോ. കണ്ടോ, ചോറും അതിൻ്റെ ഒപ്പം ഈ ചെമ്മീൻ റോസ്റ്റ് മാത്രമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് പറയാൻ പറഞ്ഞപ്പോൾ അടിപൊളിയായിട്ടുണ്ടെന്നാണ് 3 പേരും പറഞ്ഞത്. അത് മാത്രം മതി ചോറ് കഴിക്കാമെന്നാണ് പറഞ്ഞത്, വേറെ ഒന്നും വേണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ചെറിയ ആളോട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൻ അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് വായിരിക്കും അത് ഇട്ടപ്പോൾ ഒന്ന് പൊള്ളി തോന്നുന്നു, അതാണ് ആ കൈ കൊണ്ടുള്ള ആക്ഷൻ കാണിച്ചത്. എന്നാലും അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ ഒരു സന്തോഷമാണല്ലോ നമുക്ക് എന്തായാലും വലുത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കി കമൻറ്റ് ചെയ്യണം കേട്ടോ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബൈ.